കയ്യിലുള്ള മറ്റ് പുസ്തകങ്ങൾ മാറ്റി വെക്കണം. വെച്ചെഴുതാണ്ടിരിക്കാം. പക്ഷേ ആ പുസ്തകത്തിൽ നിന്ന് നോക്കിയോ നിങ്ങൾ നല്ല കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ ഉണ്ടാവില്ല നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിട്ടാണ് രാവിലെ കൊണ്ടുകൊണ്ടിട്ടുള്ള നിങ്ങളുടെ അനുഭവം. പുതിയ ഒരുപാട് വിവരങ്ങൾ കിട്ടി കഴിഞ്ഞോ? കിട്ടി. രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളാണ് ഇപ്പോഴും ആണോ? ഓരോ നിമിഷത്തിൽ നിങ്ങൾ അല്പം മാറിയില്ലേ? ഒരല്പം കൂടുതലെന്തോ നിങ്ങളെ കിട്ടില്ലേ? പുതിയ വിവരം അല്ലെ? പുത്തൻ അറിവുകളുടെ ആഘോഷം. അതാണ് സയൻസ് പാർക്ക് എല്ലാ ദിവസവും നടക്കുന്നത്. പുതിയ പുതിയ അറിവുകൾ. കാരണം നമുക്ക് ഈ ക്രിസ്മസിനും വെറും നിങ്ങളുടെ ചോദ്യോത്തരമായിട്ട് നിങ്ങളുടെ അറിവിനെ പരിശോധിക്കാൻ മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട. ഒരു ക്രിസ്മസിനും നിങ്ങളുടെ അറിവിനെ പരിശോധിക്കുന്ന നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമല്ലത്. നേരെ മറിച്ച് നമുക്ക് ഒരുപാട് അറിവുകൾ പങ്കുവെക്കാനുണ്ട്. എനിക്കറിയുന്നു, നിങ്ങൾക്കറിയുന്നു, നമുക്കറിയുന്നൊക്കെയായിട്ട് പരസ്പരം പങ്കുവെക്കുക, കൊടുക്കലും വാങ്ങലും. അവനത് തെറ്റുന്നതിന് യാതൊരു വിഷമം വേണ്ട. മനസ്സിലായാലോ? തെറ്റാണ് ശരിയാവും. പിന്നീട് തെറ്റ് ശരിയിലേക്കുള്ള പാചകങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവൻ തെറ്റിനെ കുറിച്ച് ഒരു വിഷമം വേണ്ട. നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ 3 പേരും ഒരു അഭിപ്രായമാണ്. നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഞങ്ങൾക്ക് അറിയാൻ എന്താ വെച്ചാൽ പറയാം. ഇന്നത്തെ ക്വിസിന്റെ വിഷയം ഞങ്ങൾക്കറിയാം, പ്ലാനറ്റ് എർത്താണ്. നമ്മുടെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട നമ്മൾ അറിയേണ്ട, അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ അറിഞ്ഞ, കേട്ട, മറന്നെന്തും ധരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത് പങ്കെടുക്കാത്ത ആൾക്കാർ എത്ര പേരുണ്ട് നമുക്കറിയണം. എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ? പങ്കെടുക്കുന്നവർ നോക്കി പങ്കെടുക്കുന്നവർ. അപ്പൊ നമ്മൾ പങ്കെടുക്കുന്നവർ പേര് അത്രപ്പായിട്ട്. അപ്പൊ ഇത്തിരി ആൾക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് പിന്നെ ടീച്ചേഴ്സ് പറയല് യൂണിഫോമിന്റെ ടീച്ചേഴ്സിനെ കാണുന്നുണ്ട്. ഇതൊരു മത്സരമാണ്. നമ്മൾ പറഞ്ഞു നടന്ന രീതി പറയാം. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി ഒരു സമയം തരും. 1 മിനിറ്റ് സമയം. ആ ഉത്തരത്തിൽ എത്ര സമയം അത്ര സമയം ഞങ്ങൾ തരും. അതിനുശേഷം ഞങ്ങൾ പെൻ ഡൗൺ പറയും. അതിനുശേഷം യാതൊരു കാരണവശാലും എടുത്ത് പാടില്ല. അല്ലെങ്കിൽ മറ്റുള്ള സ്വയം നമ്മൾ നിർണ്ണയിക്കുക. നമ്മളെ പിന്നെ വിദ്യാഭ്യാസ സമയത്ത് നേരിട്ട് ചോദ്യം എടുക്കണം. ഒന്നാമത്തെ ചോദ്യം ട്രയൽ വേണം. ഒരു സംശയം പോലെ ഓക്കെ. ഇപ്പൊ ട്രയൽ വേണം. എന്തായാലും സാറിന്റെ വക ചോദ്യം ട്രയൽ ക്വസ്റ്റ്യൻ. നോ മാർക്സ് ഫോർ ദിസ്. ട്രയലിന്റെ നമ്പർ 0. അതെ, 0. ഈ ക്വസ്റ്റ്യൻ നമ്പർ 0. ക്വസ്റ്റ്യന്റെ നമ്പർ 0. മാത്തമാറ്റിക്കൽ. എനിക്കുള്ളത് 1 മുതൽ തുടങ്ങാം നമുക്ക്. ഇപ്പൊ ട്രയൽ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളിപ്പോ അന്താരാഷ്ട്ര ഭൗമ വർഷമായിട്ട് ആചരിക്കുകയും പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി അന്താരാഷ്ട്രമായിട്ട് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതേപോലെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി എല്ലാ വർഷവും ഒരു പ്രത്യേക ദിവസം അന്താരാഷ്ട്ര ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഏത് ദിനമാണത്? അന്താരാഷ്ട്ര ഭൗമ ദിനം. രാഷ്ട്രപതിയാണോ? 36 അല്ലേ? 36. നമ്പർ 25. ആൻസർ എഴുതി. ആൻസർ എന്താണ് പറയാം? എഴുതിയില്ല. 24, 23 എഴുതില്ല. നമ്പർ 1 ഓഗസ്റ്റ് 6. ശരിയല്ല. എഴുതി ഉത്തരം പറയും. ആ കമൺ. April 22nd. The answer is correct. 22. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞാൽ അവിടെ പറയണം. ചോദിക്കുന്നതുകൊണ്ട് തന്നെ മാത്സുമായിട്ട് ബന്ധമുള്ളതായിരിക്കും. പേടിക്കണ്ട. മാത്സിന്റെ സാധാരണ ഇതല്ല, ഇത് എർത്തുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. അവിടെ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് വളരെ കേട്ടോളൂ. ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ഗണിതശാസ്ത്രജ്ഞൻ ചെയ്തത്, ഭൂമിയിൽ ഒരു സ്ഥലത്ത് കുത്തനെ സൂര്യരശ്മി പതിക്കുന്ന സ്ഥലം കണ്ടെത്തി. അതേ സമയത്ത്, അതായത് ഒരു ദിവസം നട്ടുച്ചക്ക് ഒരിടത്ത് സൂര്യരശ്മി കുത്തനെ പതിക്കുന്ന ആ സമയത്ത് മറ്റൊരു സ്ഥലത്ത് അല്പം ചെരിഞ്ഞാണ് സൂര്യരശ്മി പതിക്കുന്നത്. അങ്ങനെ 2 സ്ഥലങ്ങൾ കണ്ടെത്തി. കുത്തനെ പതിക്കുന്ന ഒരു സ്ഥലം, അല്പം ചരിഞ്ഞ് പതിക്കുന്ന സ്ഥലം. ആ ചരിഞ്ഞ് പതിക്കുന്നിടത്ത് എത്ര ഡിഗ്രി ചരിഞ്ഞാണ് പതിക്കുന്നതെന്ന് കണക്കൂട്ടി അളന്ന് കണ്ടുപിടിച്ചു. ആ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും അളന്നുകളും. ഇത് രണ്ടും ഉപയോഗിച്ച് അദ്ദേഹം ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചു. ആ ഗണിതശാസ്ത്രത്തിന്റെ പേരെന്ത്?
ഇങ്ങനെ ഗണിതശാസ്ത്രം ഉപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച ഗണിതശാസ്ത്രജ്ഞന്റെ പേരുണ്ട്. ശരി, പറഞ്ഞ പോലെ ഇറാറ്റോസ്റ്റനസ് കറക്റ്റ് ആൻസർ ആണ്. ഉത്തരം ശരിയായവരൊന്ന് എഴുന്നേക്ക്. നമ്പർ 2 3 ഇതാണ്. പക്ഷേ മാത്സിന്റെ യാതൊരു പ്രയാസങ്ങളും ഇല്ലാത്ത വിധത്തിൽ. ഇപ്പൊ ഇത് പ്രയാസമൊന്നുമില്ലല്ലോ, മിക്കവാറും എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ട്. കാൽക്കുലേഷൻ ഒന്നുമില്ല. അതാണ് ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം സാധാരണ അസ്ട്രോണമിക്കൽ യൂണിറ്റിലാണ് പറയുക. മീറ്ററും കിലോമീറ്ററും ഒന്നുമല്ല, അസ്ട്രോണമിക്കൽ യൂണിറ്റിലാണ് പറയുക. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എത്ര അസ്ട്രോണമിക്കൽ യൂണിറ്റിന് തുല്യമാണ്? ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എത്ര അസ്ട്രോണമിക്കൽ യൂണിറ്റിന് തുല്യമാണ്? യൂണിറ്റിന് തുല്യമാണ്. എല്ലാവരും എഴുതിയെന്ന് കരുതുന്നു. പെൻ ഡൗൺ. മോനെ പറഞ്ഞോ. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് കറക്റ്റ് ആൻസർ ആണ്. ഉത്തരം എഴുതിയവര് നമ്പർ 2 4 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. 7 20. ക്വസ്റ്റ്യൻ നമ്പർ 3. അടുത്ത ക്വസ്റ്റ്യൻ മാത്സ് തന്നെ, പക്ഷെ മാത്സ് അല്ല. ശരി, ഞാനൊരു ഇംഗ്ലീഷ് സെന്റൻസ് പറയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതാകാനാണ് സാധ്യത. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോഡ് us all 9 plants. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോഡ് us all 9 plants. കഴിഞ്ഞൊല്ലൊക്കെ ടി വിയിൽ ഇടക്കൊക്കെ വന്നൊരു സാധനമാണിത്. കഴിഞ്ഞൊല്ലം അതിന് മുമ്പത്തെ കൊല്ലം. എല്ലാവർക്കും വളരെ പരിചിതമുള്ള ഒരു സെന്റൻസ് ആകാനാണ് സാധ്യത. എന്ന വാക്യത്തിന് ഇപ്പോഴും വലിയ പ്രസക്തിയില്ല. പ്രസക്തി സ്വല്പം കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ മുമ്പ് അതിന് വളരെ ഈ വാക്യം ഓർമ്മിക്കുമായിരുന്നു. ഈ വാക്യത്തിന്റെ പ്രസക്തി എന്താണ്? എന്തിനു വേണ്ടിയാണ് ഈ വാക്യം നമ്മൾ ഉപയോഗിച്ചിരുന്നത്? മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോഡ് us all 9 plants. ഈ വാക്യം എന്തോ ഒരു കാര്യം ഓർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എന്ത് കാര്യം ഓർമ്മിക്കാനാണ്? മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോഡ് us all 9 plants. മതിയെന്ന് തോന്നുന്നു. എല്ലാവരും എഴുതിയില്ലേ? ആ, ഏതാ സമയമില്ലാത്തതുകൊണ്ട് കിട്ടാണ്ട് വേണ്ട, പ്രശ്നമൊന്നുമില്ല. അതെ, അതിൽ നിന്ന് ഞങ്ങൾ കേൾക്കാം. ശരി, മോളെ പറഞ്ഞോ. എല്ലാ പ്ലാനറ്റ്സ് എങ്ങനെ? എല്ലാ പ്ലാനറ്റ്സിന്റെയും വെറുതെ മെർക്കുറി. അതെന്തിനാ മെർക്കുറി വീനസ്? എന്താ ക്രമത്തിന്റെ പ്രത്യേകത? സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ ക്രമത്തില് ഗ്രഹങ്ങളുടെ പേരുകളുടെ ആദ്യത്തെ അക്ഷരങ്ങളാണ്. കറക്റ്റ് ആൻസർ ആണ്. അത് എഴുതിയവരെന്ന് എഴുതട്ടോ. മോള് പറഞ്ഞ അതേ വാക്ക് പ്ലൂട്ടോനെ ഗ്രഹമല്ലാണ്ടാക്കി കളഞ്ഞില്ലേ അല്ലേ? അടുത്ത കാലത്തല്ലേ പ്ലൂട്ടോ പോയത്? അതോടുകൂടിയാണ് ഈ സെന്റൻസിന് ജസ്റ്റ് ഷോഡ് us served us നൂഡിൽസ് എന്ന് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ടി വിയിൽ നിരന്തരം വന്നോണ്ടിരുന്നത് അല്ലെ? ജസ്റ്റ് served us നൂഡിൽസ് ആക്കി. ഇവിടെ ഒന്നുകൂടെ ഈ ഒരു ഓൾ എന്നുള്ളത് ഈ എന്തിനു പറയാൻ പറ്റുമോ? ചിഹ്നഗ്രഹങ്ങൾ ഉള്ളത്. അത് മാത്രമല്ല, ഇപ്പൊ ഇംഗ്ലീഷിൽ പുതിയൊരു വാക്കും വന്നു. ഈ പ്ലൂട്ടോനെ തരം താഴ്ത്തിയല്ലോ നമ്മള്. അതായത് ഗ്രഹങ്ങളുടെ സ്ഥാനത്ത് വളരെ യോഗ്യനായിട്ട് നിന്ന ഒരാളെ ഗ്രഹമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റിന്ന് പുറത്താക്കുന്ന പോലെ പുറത്താക്കിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു പുതിയ വാക്കും കൂടി വന്നു, പ്ലൂട്ടോഡ് എന്ന് പറഞ്ഞാൽ അപമാനിച്ച് പുറത്താക്കുക ഇംഗ്ലീഷിൽ. ഇത് വന്നതിന്റെ ഏകദേശം 2-3 ദിവസത്തിന് ശേഷം ഇന്ത്യൻ എക്സ്പ്രസിലോ ഹിന്ദുവിലോ വന്ന ഒരു വാർത്തയില് ഇതന്നെ വന്നു. ഹെഡിങ് വലിയതാണ്, ഹി വാസ് പ്ലൂട്ടോഡ്. അങ്ങനെയാണ് പുതിയ വാക്ക് വരുന്നത്. ശരി, അപ്പൊ ഇനി ഞാൻ തന്നെ പറയാം അല്ലേ? മാഷ് നല്ലപോലെ ചോദിച്ചിട്ടുണ്ട്. ആർക്കും മാഷ് ചോദിക്കട്ടെ. ശരി, ഞാനിവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലൊന്നും നോക്കണം. അത് കിട്ടും. ഇതൊന്നും മാറി. മറ്റൊരു കാര്യം കൂടി അറിയാം. ഈ ഭൂമി ഇതിലൂടെ സഞ്ചരിക്കുന്നത് ഒരേ വേഗതയിലല്ല എന്നും അറിയണം നമ്മൾ. ഒരേ വേഗതയിൽ അല്ല. ഇവിടെ എ, ബി, സി, ഡി, ഇ എന്നീ സ്ഥാനങ്ങളിൽ ഏത് സ്ഥാനത്താണ് ഭൂമിക്ക് ഏറ്റവും വേഗത കൂടുതൽ?
ഏത് സ്ഥാനത്താണ് ഭൂമിക്ക് ഏറ്റവും വേഗത കുറവ്, ഈ രണ്ട് കാര്യം എഴുതണം. ഈ 5 ബിന്ദുക്കളില് ഏത് സ്ഥാനത്തുള്ളപ്പോഴാണ് ഭൂമിക്ക് ഏറ്റവും വേഗത കൂടുതൽ? വേഗത കൂടുതൽ ഇന്ന പോയിന്റില്, വേഗത കുറവ് ഇന്ന പോയിന്റില്. അപ്പൊ അതിൽ ഒരു കാര്യം ഓർമ്മിക്കാം, ഈ എന്ന് പറയുന്നത് ഏറ്റവും അകലെയുള്ള 2 ബിന്ദുക്കൾ തമ്മിൽ ചേർക്കുന്നതാണ്. ഈ എന്ന് പറയുന്നത് ഏറ്റവും അടുത്തുള്ള 2 ബിന്ദുക്കൾ തമ്മിൽ ചേർക്കുന്നതാണ്. സാങ്കേതികമായിട്ട് ഗണിതശാസ്ത്രത്തിൽ പറയാ ഇത് മേജർ ആക്സിസ് ആണ്, ഇത് മൈനർ ആക്സിസ് എന്നൊക്കെയാണ് പറയാ. പക്ഷെ നിങ്ങൾ അതൊന്നും ഓർമ്മിക്കണമെന്നില്ല. ഏറ്റവും അകലെയുള്ള 2 ബിന്ദുക്കൾ, ഏറ്റവും അടുത്തുള്ള 2 ബിന്ദുക്കൾ ചേർത്ത്. അപ്പോ ഈ ബിന്ദുക്കളിൽ ഏത് ബിന്ദുവിലാണ് ഏറ്റവും വേഗത കൂടുതൽ, എവിടെയാണ് ഏറ്റവും വേഗത കുറവ്? ABCD എന്നുള്ളത് കൂടുതൽ ആദ്യം എഴുതുക, കുറവ് പിന്നീട് എഴുതുക. കൂടുതൽ ഇത് കഴിഞ്ഞില്ല. ആരാ മോനെ പറഞ്ഞാട്ടെ? കൂടുതൽ എ. കറക്റ്റ് ആൻസർ ആണ്. കൂടുതൽ എ ആണ്, കുറവ് ഇ ആണ്. കൂടുതൽ എ ആണ്. ശരി പറയാം. 21, 26, 27, 29, 30. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാണ്. നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് ഒരു സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. അതല്ലാന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, കെപ്ലറുടെ ഒരു നിയമം അനുസരിച്ച് ഇപ്പൊ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കൊണ്ട് ഇവിടെയുള്ള ഇവിടെ നിന്ന് ഇവിടത്തേക്ക് സഞ്ചരിച്ചു എന്നില്ല ഭൂമി, ഇവിടെ നിന്ന് ഇവിടെ വരെ. അത് സൂര്യന്റെ സ്ഥാനമായിട്ട് ചേർത്താൽ ഏകദേശം ഒരു ത്രികോണാകൃതി കിട്ടും. ഇതിപ്പോ ഒരു ദിവസം കൊണ്ടാണ് സഞ്ചരിക്കുന്നതെന്ന് കരുതുക. ഈ ത്രികോണത്തിന്റെ വിസ്തീർണം ഇവിടെ ഒരു ദിവസം കൊണ്ട് സഞ്ചരിക്കുന്ന അപ്പോൾ എവിടെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ വിസ്തീർണത്തിന് തുല്യമായിരിക്കണം. ആ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. അതായത് നിശ്ചിത സമയത്തിൽ ഒരേ സമയത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ത്രികോണങ്ങളുടെ വിസ്തീർണം തുല്യമാകത്തക്ക വിധത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആവുമ്പോൾ സൂര്യന് അടുത്താവുമ്പോൾ ഈ ത്രികോണത്തിന്റെ വിസ്തീർണം ഇതിനോട് തുല്യമാകണ്ടേ? ഇവിടെ ത്രികോണത്തിന്റെ വശം വലിയതല്ലേ? അപ്പൊ വിസ്തീർണം തുല്യമാണെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇവിടെ കൂടുതൽ ദൂരം സഞ്ചരിച്ചാലേ പറ്റും. ഇവിടെ കുറെ അകലെ ആയതുകൊണ്ട് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതി. ഈ രൂപത്തിലാണ് നമ്മുടെ ഭൂമി സഞ്ചരിക്കുന്നത്. ഇത് നമ്മുടെ ഒരുപാട് ആളുകൾക്ക് അറിയില്ല. തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇത് ഒരേ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അല്ല, അപ്പോൾ ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒന്ന് ഇവിടെ, പിന്നെ ഒന്നിവിടെ. ഏറ്റവും കുറവൊന്നും ഇവിടെ, ഒന്നും. റെഡിയല്ലേ? ശരി. അപ്പൊ മാത്സ് തീർന്നു കേട്ടോ. കണക്ക് അവസാനത്തെ എടുക്കുന്നതിന്റെ തുടങ്ങാമത്. ഈ ഭൂമിന്റെ സൂര്യനിട്ടുള്ള മുമ്പുള്ള ചലനത്തിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്, സൂര്യന് ചുറ്റും ചലിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്പേസിൽ കൂടി വളരെ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, ഈ ഭൂമിയുടെ സ്പേസിൽ കൂടിയുള്ള ശരാശരി വേഗത എത്രയാണ്? സ്പേസിൽ കൂടി ഭൂമി ചലിക്കുന്ന വേഗത, സ്പീഡ് പറഞ്ഞു ഒരു പറയുന്ന ആഗ്രഹമുണ്ട്. 3600 കിലോമീറ്റർ പെർ അവർ. അല്ല, തെറ്റിപ്പോയി. പോട്ടെ. 29.8 കിലോമീറ്റർ പെർ സെക്കൻഡ്. ശരിയായില്ല. പോട്ടെ. 30 കിലോമീറ്റർ പെർ സെക്കൻഡ്. അതല്ല. പറഞ്ഞു പോണേ. 500 മീറ്റർ പെർ സെക്കൻഡ്. അല്ല. ആ പറഞ്ഞു. 32 കിലോമീറ്റർ പെർ സെക്കൻഡ്. പറഞ്ഞു. അല്ല, അത് ഏകദേശം 20 പോയിന്റ് സംതിങ് ആണ്. അത് മാസത്തിൽ തീരുമാനിക്കും. 20 പോയിന്റ് സംതിങ് ആണ് കിലോമീറ്റർ പെർ സെക്കൻഡ്. അടുത്തേക്ക് ചെക്ക് ചെയ്യണം. 20 മറ്റ് മോനെ സംശയം മാസത്തിൽ ഒന്നും പറഞ്ഞിട്ട് നമ്മളിപ്പോ കിലോമീറ്റർ മറ്റുത്തരങ്ങൾ കിലോമീറ്റർ പെർ അവർ 72,360 കിലോമീറ്റർ പ്രതി മണിക്കൂർ. 72,360. ഉത്തരം ഉണ്ടാ ഇല്ല? ഇനി അടുത്ത ചോദ്യം,
ആറാമത്തേത് നമ്മുടെ ഭൂമിയുടെ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. ഈ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2002 ഒരു ഭൗമ ഉച്ചകോടി സമ്മേളനം നടന്നിരുന്നു. അപ്പൊ ആ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? ലാസ്റ്റ് നമ്പർ 37 പറഞ്ഞേ. ജനീവല്ലേ? പറഞ്ഞു എഴുതത്ത് മോളെ ന്യൂയോർക്ക് അല്ല. That is the correct answer. ഒരാളെ ഉള്ളൂ അല്ലേ? നമ്പർ പറഞ്ഞേ. ഓരോ കുട്ടി മാത്രം പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിശദീകരണം മാഷ നൽകും. സമ്മേളനത്തിലെ പ്രത്യേകത ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഭൗമോത്സവം നടന്നത് നിങ്ങൾക്കറിയാം. എവിടെയായിരുന്നു? റിയോ ഡി ജനീറോ അല്ലേ? അപ്പൊ അതിനുശേഷം കഴിഞ്ഞ ഭൗമോത്സവോടിയിൽ പിന്നെ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ എഴുതിയ വാദങ്ങൾ, പ്രത്യേകിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുള്ളത്. അപ്പൊ അമേരിക്കയിൽ പങ്കെടുപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പ്രശ്നമുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് പിന്നെ ഒരു കർഷകൻ സ്വയം കത്തി കൊണ്ട് നെഞ്ചു കുത്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പത്രങ്ങൾ വായിച്ചിട്ടുണ്ടോ അറിയില്ല. ഉണ്ടോ? ഓർമ്മയുണ്ടോ ആ കർഷകന്റെ പേര്? എങ്കിലൊന്ന് പഠിച്ചു വെക്കണം. ലീ ക്യാങ് ഹാൻ ആണ്. ഒരുപക്ഷെ ചരിത്രത്താളുകളിൽ ഈ പിന്നെ കൊളോണിയൽ വൽക്കരണത്തിനെതിരെ ശക്തമായി സ്വന്തം ജീവരക്തം കൊണ്ട് പ്രതിഷേധിച്ച ഒരു നേതാവാണ് അദ്ദേഹം. വ്യക്തികളെ മറക്കാതിരിക്കുക. ലീ ക്യാങ് ഹാ. അതിന്റെ വേദിക്ക് പുറത്തു വെച്ചിട്ട്. അതെ, സെക്കൻഡ് സമ്മിറ്റ്. ശരി, ഏഴാമത്തെ ചോദ്യം. ഇതും പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജപ്പാനില് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കെമിക്കൽ ഫാക്ടറി സ്ഥാപിച്ചിരുന്നു. ചിസോ കെമിക്കൽ കമ്പനി എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. അപ്പൊ അവിടെ ആ കമ്പനി പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ കാരണം സമീപത്തുള്ള ജലാശയങ്ങളിലെ ഈ ലക്ഷക്കണക്കിന് മത്സ്യസമ്പത്തുകളും മറ്റും നശിച്ചു ചത്തൊടുങ്ങി. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ജനങ്ങളിൽ ചില പ്രത്യേക തരത്തിലുള്ള രോഗങ്ങൾ, ശരീരം മുഴുവൻ ക്ഷീണിക്കുക, ഇതുപോലുള്ള ചില രോഗങ്ങൾ വരികയും ചെയ്തു. അപ്പൊ ആ സ്ഥലത്തിന്റെ പേരിനോടനുബന്ധിച്ചിട്ടാണ് ഈ രോഗം അറിയപ്പെടുന്നത്. അപ്പൊ അത് ഏത് രോഗമാണ്? ഇതാണ് അടുത്ത ചോദ്യം. ഫാക്ടറി സ്ഥാപിച്ചത് അതുകൊണ്ട് ആ സ്ഥലത്തിന്റെ പേരില് മാർജാര നൃത്ത രോഗം. ശരി, അപ്പൊ ഞാൻ നമ്പർ പറഞ്ഞു കൊടുക്കാം. നമ്പർ 2, 3. അവിടുത്തെ മത്സ്യങ്ങളിലൊക്കെ എത്തി. മത്സ്യങ്ങളെ തിന്നും മറ്റിച്ചില്ല. അതായത് പൂച്ചകളിലൊക്കെ എത്തി. ബയോമാഗ്നിഫിക്കേഷൻ പറയുന്നത് ജൈവ ആവർത്തനം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ പൂച്ചകളൊക്കെ ഡാൻസ് ചെയ്യാണ്. ജനങ്ങൾ കാണുമ്പോ അവർക്ക് ആദ്യം കണ്ട് ചിരിച്ചു. പൂച്ചകളൊക്കെ നമ്മളെ സുന്ദരം ഡാൻസ് ചെയ്യുന്നു. ഞാൻ ചിരിച്ചുകൊണ്ട് പൂച്ചകളുടെ മുഖം ചിരിക്കുന്നുണ്ടാവും. അവരുടെ ഗ്രിന്നിങ് ഡെത്ത് ഡിസീസ് ഒക്കെ പേര് വന്ന്. അപ്പൊ അങ്ങനെ അവസാനം ഈ പൂച്ചകളൊക്കെ ഇങ്ങനെ ചിരിച്ച് മരിക്കുന്നുണ്ടോ ആൾക്കാർ ആദ്യം നിസ്സാരമായി കണ്ടു. പിന്നീട് അവരുടെ ചെറിയ കുട്ടികൾ ഇതുപോലെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഗൗരവം മനസ്സിലായി. മെല്ലെ ആൾക്കാർക്ക് ഇതേ രോഗം വന്നു. ആൾക്കാർ മുഴുവൻ ഇതേ അവസ്ഥയിൽ മരിച്ചു. അതുകൊണ്ടാണ് ഈ മാർജാരത്തെ രോഗം പേര് മെർക്കുറിയാണ് അവിടുത്തെ വിശ്വാസം. ഒന്ന് ശ്രദ്ധിക്കാൻ, നമ്മുടെ വീട്ടുപറമ്പുള്ള പല സസ്യങ്ങളും ഈ മണ്ണിൽ നിന്ന് മെർക്കുറി വലിച്ചെടുത്ത് കളയുന്ന സസ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചേർന്ന് പറയും, കേട്ടില്ലേ? ചേറ്. ഈ ചേർന്നൊക്കെ പ്രത്യേകത മണ്ണിലെ ഈ മെർക്കുറി, ലെഡ് പോലുള്ള വിഷവസ്തുക്കളെ അത് വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഇലകളെ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ തൊട്ടാൽ നമുക്ക് പൊള്ളലുണ്ടാവുന്നത്. അത് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഈ വിഷം നീലകണ്ഠെന്നൊക്കെ പറഞ്ഞത് ശിവന് ആ വിഷത്തെ സ്വയം സമാഹരിച്ചിട്ട് മറ്റുള്ളവർക്ക് എത്തിക്കാതെ. അപ്പൊ ഇങ്ങനെ നല്ല സേവനങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നീർക്കുക, ലെഡ് വെച്ചെടുക്കുന്നുണ്ട്, അങ്ങനെ വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ പറമ്പിൽ തെങ്ങും കവുങ്ങും മാത്രം ഉണ്ടായാൽ നമുക്ക് പൈസ കിട്ടും. ജീവിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പാഴ്ചകൾ നമ്മൾ നേരത്തെ കിണറോട് വേണം. ഒരു പുതിയൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. അടുത്ത ചോദ്യം മാഷന്. ഇതും പരിസ്ഥിതി മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 1984 നമ്മുടെ ഇന്ത്യയിൽ ഇതേപോലെ ഒരു ദുരന്തം ഉണ്ടായി. ഒരു യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ നിന്ന് ഒരു പ്രത്യേക വിഷവാതകം വ്യാപിച്ച് ചോർച്ചയുണ്ടായി. എത്രയോ ആൾക്കാര് മരിച്ചു ഭോപ്പാലില്. അപ്പൊ അത് ഏത് വിഷവാതകമാണ്
അന്ന് ഈ ദുരന്തത്തിന് ഇടയാക്കിയത്? ഏത് വിഷവാതകമാണ് ചോർന്നത്? ഇതാണ് ചോദ്യം. The poisonous gas responsible for Bhopal tragedy. Methyl isocyanate ചെയ്ത് മീഥേൻ തെറ്റാണ്. മീഥേൻ എന്ന് പറയുന്നത് മറ്റൊരു വാതകമാണ്. പിന്നെ നമ്മുടെ എന്താ LPG യിലൊക്കെ ഉപയോഗിക്കുന്ന വാതകമാണ്. ഇതൊന്നും പോയിസണസ് അല്ല. ഇപ്പൊ പറയട്ടെ. ഉത്തരം ഒന്നുകൂടി പറയാം. മീഥൈൽ ഐസോസയനേറ്റ്. MIC വെച്ചിരിക്കുന്നത് MIC അല്ലേ? 37 എട്ട് ചോദ്യം. അപ്പൊ ഒമ്പതാമത്തെ നമ്മൾ 15ാമത്തെ ചോദ്യത്തിൽ നിർത്തുന്നു പറഞ്ഞു. 9ാമത്തെ ചോദ്യം മാഷിപ്പോൾ പറഞ്ഞു നടത്തിയത് ഒരു വിഷവാതകമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് മീഥൈൽ ഐസോസയനേറ്റ്. ഇത് പിന്നെ നമ്മളെ ബഹുരാഷ്ട്ര പുസ്തക കമ്പനി ചോർന്നാണെങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള വാതകം നമ്മൾ നിരന്തരം ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനേക്കാളും മാരകമായിട്ടുള്ള വാതകം നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും വിഷം എന്ന് പറയുന്ന വാതകം പുറപ്പെടുന്നത് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴാണ്. ഇന്ന് വരെ കണ്ടുപിടിച്ച് വെച്ചിട്ട് ഏറ്റവും മോസ്റ്റ് ടോക്സിക് ആൻഡ് പോയിസണസ് ഗ്യാസ് ഇവോൾവ്സ് ഡ്യൂറിംഗ് ദ ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴാണ് ഏറ്റവും വിഷമുള്ള വാതകം പുറത്തു വരുന്നത്. ഏത് വിഷവാതകമാണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ബഹിർഗമിക്കുന്നത്? ഏറ്റവും മാരകമായത് പ്ലാസ്റ്റിക് കത്തുമ്പോൾ കൂടുതലും മോശം വാതകം വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കുഴപ്പം അല്ലേ? നിക്കോട്ടിക് ആസിഡ് പിന്നെ പുറത്തു വരുന്നത് സിഗരറ്റ്, ബീഡി, പുകയില കത്തിക്കുമ്പോഴാണ്. ഉത്തരവാദ മനം ഇവിടെ പറയാം. ഡയോക്സിൻ ചെയ്ത് ഡയോക്സിൻ പണ്ട് ഹിറ്റ്ലറിന്റെ ആണപ്രധാനം ഉപയോഗിച്ചിരുന്നു പോലും. ദുരന്തങ്ങൾ മനുഷ്യണ്ടാക്കിയ ദുരന്തങ്ങളെ കുറിച്ച് തന്നെയാണ്. ഒരുപാട് ലോക മഹായുദ്ധങ്ങൾ നമ്മൾ കണ്ട് ഞെട്ടിത്തെച്ചവരാണ്. 1ാം ലോകമായിരുന്നു, 2ാം മഹായുദ്ധം, ലോകമായിരുന്നു. അതിനുശേഷം ഒന്നാണ് വിയറ്റ്നാം യുദ്ധം. കേട്ടിട്ടുണ്ടാവും അല്ലെ? വിയറ്റ്നാം യുദ്ധത്തില് അമേരിക്കക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് വിയറ്റ്നാമിലെ ഒളിപ്പോരാളികളായിരുന്നു. അപ്പൊ അവരന്ന് ഈ വിയറ്റ്നാമിലെ കാടുകളിലും കുന്നുകളിലൊക്കെ ഒളിച്ചിരുന്നിട്ടായിരുന്നു ഇവരുടെ അമേരിക്കക്കെതിരെയുള്ള സമരം നടത്തിയിരുന്നത്. അപ്പൊ ഇത് അമേരിക്കക്ക് ഭയങ്കര തലവേദനയും. ഇവരെങ്ങനെ നേരിടാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ ഇത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഈ പിന്നെ വനങ്ങളുടെ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സൈന്യത്തിന് പറ്റുമായിരുന്നില്ല. അവസാനം അവർ പ്രയോഗിച്ച ഒരു മാർഗം എന്താ വെച്ചാല് ഹെലികോപ്റ്റർ വന്നിട്ട് ഒരു വിഷം താഴേക്ക് തളിച്ചു. ഈ വിഷം പോലെ സസ്യങ്ങളുടെ ഇലകളുടെ വീണാൽ അപ്പുറത്തെ ഇലകൾ പൊഴിഞ്ഞു പോകും. ഡീഫോളിയേഷൻ എന്നാണ് പറയാം. അപ്പൊ ഇങ്ങനെ വിഷം ഏരിയ സ്പ്രേ വഴി ഇപ്പോ എൻഡോസൾഫാൻ ഇങ്ങനെ അടിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്ക് അടിക്കുക. അപ്പൊ ഈ ഇലകളുടെ മുകളിലൊക്കെ വിഷം കൊള്ളുമ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞുപോയി. അപ്പോഴിങ്ങനെ ആ കാടുകളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒളിപ്പോരാളെ പെട്ടെന്ന് അമേരിക്ക കണ്ടുപറ്റി എല്ലാവരും അവർ കൊന്നു തീർക്കുകയും ചെയ്തു. ചോദ്യം, ഈ യുദ്ധത്തിൽ വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഈ രാസ വിഷവസ്തു ഏതായിരുന്നു? നല്ലൊരു മനോഹരമായിട്ടുള്ള പേരാണ്. അപകടം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ്. പറഞ്ഞു പറഞ്ഞു പറ. മെർക്കുറി ലോഹല്ലേ? ഏരിയൽ സ്പ്രേ വഴി ചെയ്യാൻ പറ്റുന്ന സാധനമല്ല അത്. മീഥൈൽ ഓറഞ്ച്, ഏജന്റ് ഓറഞ്ച്, 2,4-D എന്ന് പറഞ്ഞ കെമിക്കലാണ്. അങ്ങനെ ഏത് മതി? 2,4-D ഓറഞ്ച് പോലെ ഏജന്റ് ഓറഞ്ചിന് വേണം. ഓറഞ്ച് ഗ്യാസും പോലെ അങ്ങനെ ഒരു ഗ്യാസ് ഇല്ല. ഏജന്റ് ഓറഞ്ചിനായി ട്രേഡിന് 2,4-D. വിയറ്റ്നാമിൽ ഇപ്പോഴും ജനിച്ചു വീഴുന്നത് അംഗവൈകല്യമുള്ള കുട്ടികളാണ്. അറിയോ? ഇപ്പോഴും ആ വിഷം ആ മണ്ണിൽ സന്ദ്രീകരിച്ചിട്ട് ഇപ്പോഴും അവിടെ ജനിച്ചു വീഴുന്ന കുട്ടികൾ അംഗവൈകല്യമുള്ളവരാണ്. ഇതേപോലത്തെ വിഷം നമ്മുടെ അടുത്ത് കളിക്കുന്നത് അറിയോ? റൗണ്ട് അപ്പ് എന്നാണ് പേര്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്തിനാ വെച്ചാല് നമ്മൾ ഈ റോഡ് സൈഡിലുള്ള കടകളെ നശിപ്പിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ കാട് വെട്ടി മാറ്റി പ്രയാസല്ലേ. അപ്പൊ അതിന് പകരം കഴിഞ്ഞ 2-3 വർഷങ്ങൾ കുറെ സ്ഥലങ്ങൾ പ്രയോഗിച്ചു. അതിന്റെ പേര് റൗണ്ട് അപ്പ് ആണ്. സിമാസിൻ, ഡൈവറോൺ പോലത്തെ വളരെ മാരകമായിട്ട് കെമിക്കൽ, ഒരിക്കലും മനുഷ്യവാസസ്ഥ തളിക്കാൻ പാടുള്ള സാധനങ്ങൾ. ഇതാണ് നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയുക. ഇപ്പോ നമ്മുടെ ജീവിതശൈലിയൊക്കെ ആകെ മാറി. ഇന്നത്തെ ജീവിതശൈലി നമുക്കിന്ന്
നമ്മുടെ വീടിന്റെ ശൈലി മാറി. ഇപ്പോൾ നമ്മളൊക്കെ വീടിന് ചുറ്റും ഒരു മതിലും കെട്ടി അതിനോട് സുന്ദരമായിട്ട് ഒതുങ്ങിക്കൂടുന്നവരാണ് അല്ലെ? ഒരു മതിൽ കെട്ടി ഒരു വീടാക്കി, പിന്നെ ഒരച്ഛൻ, അമ്മ, ഒരു കുട്ടി അല്ലെ, സുന്ദരമായിട്ടുള്ള ജീവിതം, പുറത്തായിട്ട് ബന്ധമില്ല. ഈ മതിൽ കെട്ടാൻ തുടങ്ങിയ ശേഷം വലിയൊരു ആപത്ത് വന്നിട്ടില്ല. ഒരാപത്ത് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ചൂട് കാറ്റ് മാത്രമേ വരൂ. എന്താ കാരണം? മതിലിനെ ചുറ്റിയിട്ട് മുകളിലേക്ക് വരുന്നതായി ചൂട് വായിരിക്കും അല്ലെ? ചൂടുള്ള വായു മുകളിലേക്ക് പോകുമല്ലോ. ഇപ്പൊ ചൂട് കാറ്റൊക്കെ നമ്മൾ വീട്ടിലേക്ക് കിട്ടുന്നത് അതൊരു കാരണം. ഈ മതിൽ വന്നതോടെ ഒരു ജീവി വംശനാശത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. കാരണം മറ്റോ നമ്മളൊക്കെ മതിൽ കെട്ടാൻ തുടങ്ങിയാണ് ആ ജീവിയുടെ വംശനാശത്തിന് കാരണം. ഏതായിരിക്കാം ഈ ജീവി? ഒന്ന് വിളിച്ചാൽ കിട്ടും. വേലി പോയി, ഞാൻ കൂടെ തന്നു, വേലി പോയി, ജൈവ വേലി പോയിട്ട് മതിൽ കെട്ടുന്നതുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതായേക്കാവുന്ന ആ പാവജീവിയത്. ചോദ്യം വെക്കാലോ? വേലിക്കത്തല്ല, പേര് വെച്ച് പിടിച്ചു അല്ലെ? പച്ചവെള്ള പാമ്പാണ് ചെയ്യുന്നത്. പച്ചവെള്ള പാമ്പ്, പാമ്പ് പോലെ ഒരുപാട് പാമ്പുകൾ വംശനാശത്തിലുണ്ട്. പച്ചില പാമ്പ്, പച്ചവെള്ള പാമ്പ്, ഗ്രീൻ വിപ്പ് സ്നേക്ക്, ഏതാണ് ശരി? ആ ജീവിയുടെ ഇംഗ്ലീഷ് പേര് ഞാൻ പറയാം. ആ ജീവി ഏതാണ് നിങ്ങൾ തിരിച്ചതാണ്. പേര് ഇംഗ്ലീഷ് പേരുടെ സയന്റിഫിക് നെയിം തന്നെ, ശാസ്ത്രീയ നാമം പറയുന്നുണ്ട്. പേര് റാണ മലബാരിക്ക. റാണ മലബാരിക്ക. മലബാരിക്കാരുടെ പേര് ഊഹിക്കണം, മലബാറിന് മാത്രമേ ഉള്ളൂ. ഈ ജീവി ഏതാണ്? നിങ്ങൾക്കൊക്കെ വളരെ പരിചയമുള്ള ജീവിയാണ്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ജീവിയാണ്. ചോദ്യം, റാണ മലബാരിക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ജീവി ഏത്? നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള ഒരു ജീവിയാണ്. ഏതാണ്ട് പിന്നെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കാത്തവർ തെളിയില്ലോ? ഓ, ചിതര്. അതുപോലെ ചിതര് കാര്യമായിട്ട് വംശനാശം ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ഉത്തരം പൊങ്ങാഴ്ചയോളം ഉദ്ദേശിക്കുന്ന സാധനം അതിന്റെ പുറത്തിന്റെ കളർ തന്നെ ആണോ? അത് മണക്കുമ്പോ ചെയ്യോ? ഒറ്റക്കുണ്ടാവും, കൂട്ടായിട്ടുണ്ടാവും, കൂട്ടായിട്ടുണ്ടാവും. അതിന്റെ കളർ അറിയാം. ഈ പൊങ്ങാഴ്ച പറഞ്ഞ പേര് ചില നാടുകൾ തന്നെ പറഞ്ഞു തുടങ്ങിയില്ലേ? പൊങ്ങാഴ്ച വലിയ തവളയല്ലേ? പേക്കാഴ്ച തവള പറഞ്ഞേ, പേക്കാഴ്ചയല്ലേ? ആ പേക്കണോ പേക്കണോ അല്ലേ? അത് പേക്കാഴ്ച തവള. കാണ ഹെക്സാഡാക്ടീരിയാണ്, പച്ച കളറിൽ. ഉത്തരം മണവാട്ട് തവളയാണ്. മണാട്ടി. മക്കളെ, ചില പെരുമാറ്റങ്ങൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മണവാട്ടി തവള, തെയ്യം തവള, നിസ്കാര തവള, അമ്മായി തവള എന്ന പേരുള്ള അൺബോയിൽഡ് ഫ്രോഗ്. ഇതിന്റെ മൂലയിലുണ്ടാവും, വാതിന്റെ ഒക്കെ പുറയിലൊക്കെ ഉണ്ടാവുക. ഒരു വീട്ടിൽ കല്യാണം കഴിച്ചോണ്ട് മണവാട്ടി ആദ്യത്തെ ദിവസം കയറിയിട്ട് പെച്ചിനെ നമ്മൾ കയറിയിരിക്കുവോ? മുമ്പിൽ മുട്ടത്തിന്റെ പേപ്പർ വയ്ക്കുവോ? ഒതുങ്ങി അതുകൊണ്ട് അതുകൊണ്ടാണ് പേര് മണവാട്ടി. അത് പിന്നെ ഈ ഒരു ചാന്തുപൊട്ട് കഴിയില്ലേ? അല്ലേ? ചാന്തുപൊട്ട് മുളന്നൊക്കെ ഇനി പറയാം. അപ്പൊ അങ്ങനെ സ്വഭാവമുള്ള പേര് അമ്മായി തവള. തെയ്യം തവള, കാരണം അതിന്റെ കളറിന്റെ പ്രത്യേകത. പിന്നെ പിന്നെ നിസ്കാര തവള, കാരണം എപ്പോഴും നല്ല കുളിച്ച് ശുദ്ധമായിട്ട് ജീവിക്കും. നിസ്കരിക്കാൻ പോകുന്ന ഒരു സ്റ്റൈൽ എപ്പോഴും ഉണ്ടാവുക. ഇത്തിരി പേരൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കുക, ഈ ജീവിയുടെ വംശനാശത്തിന് കാരണം എന്താ അറിയോ? നമ്മുടെ വീടുകളിൽ ഇപ്പോൾ പണ്ടത് ചാണകം മേടിക്ക് തറ പോയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ടൈൽസും മാർബിളാണ്. ഈ ടൈൽസും മാർബിളും കൊണ്ട് എന്തൊക്കെ അപകടം ഉണ്ടോ നമുക്കറിയില്ല, നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുമില്ല. പക്ഷേ ഈ ടൈൽസൊക്കെ പിന്നെ തറയിലും മാർബിളിന്റെ തറയിലും എന്തോ അപകടം ഉണ്ടെന്ന് നമുക്ക് മുമ്പിൽ ജീവി മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവ നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് പോയത്. നമ്മുടെ അപകടം തിരിച്ചറിയുന്നുണ്ട്. ഈ എത്രയോ കാലത്തിന് ശേഷം നേരത്തെ മാഷ് പറഞ്ഞ പോലുള്ള മീനപാത രോഗം, അങ്ങനത്തെ പിന്നെ മണവാട്ടിത്തവള രോഗം, അങ്ങനത്തെ ഭാവി വരുമ്പോഴേക്ക് നമ്മളെ തിരിച്ചറിയും. അപ്പൊ നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് പഠിക്കുക, അത് നിങ്ങളുടെ ദൗത്യമായിരിക്കണം. വേണമെങ്കിൽ പ്രൊജക്ട് ചെയ്യുക. ആയിരത്തെ വീട്ടിൽ അത്ര തവണയുണ്ട്, അപ്പുറത്തെ വീട്ടിൽ അത്രയുണ്ട്, പെണ്ണെടുക്കുക. അല്ലേ? നല്ല വർക്കാണ്. ലോകത്ത് ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. ഇന്ന് വരെ ആരും നിങ്ങൾ ചെയ്തോ? അടുത്ത ബാലശാസ്ത്ര കോൺഗ്രസിന് ഒരു വിഷയമായിട്ട് വരട്ടെ. എന്ത് പറയുന്നു? അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം, അത്യാവശ്യം സിമെന്റ് ഉണ്ട്. ഇതെന്തുകൊണ്ട് അപ്രത്യക്ഷമാകുന്ന കാരണം മഴക്ക് മുമ്പ് ഒന്നിച്ച് പാട്ട് പാടും.
കേട്ടില്ലേ? നല്ല ഗ്രൂപ്പ് സോങ് കേൾക്കേണ്ട പാട്ടാണത്. മഴ സാധാരണ പറയാം, അത് ഒന്നിച്ച് പാടി മഴ വരുന്നൊക്കെയാണ് പറയാം. മഴ ഇത് പാടുന്നിട്ട് എന്തായാലും പ്രായമുള്ളവർ പറയും എന്താ മഴ വരാനെന്ന് തോന്നുന്നു. പഴയ അറിവുകളൊക്കെ നമുക്ക് നഷ്ടമാവുന്നുണ്ട്, തിരിച്ചു പിടിക്കേണ്ട എന്തൊക്കെയുണ്ട്. അടുത്ത ചോദ്യം, നമ്മളൊന്ന് പ്രകൃതിയിൽ മനുഷ്യൻ നടത്തുന്ന കൈകാര്യത്തോട് പല ജീവികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രകൃതിയിലെ ജീവികളെ സംരക്ഷിക്കാനുള്ള ബാധ്യത പ്രകൃതിക്കുണ്ട്. നമുക്കിപ്പോ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആന ഏറ്റവും കൂടുതൽ വേട്ടാടപ്പെടുന്നത് എന്തിനാ? എന്തിനാ? ആന കൊമ്പിന് വേണ്ട. കൊമ്പനാനകളെ മുഴുവൻ ആന കൊമ്പിന് വേണ്ടി വേട്ടയാടപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ കൊമ്പനാളുടെ വംശം ഇല്ലാണ്ടാവുന്ന അവസ്ഥയിലേക്ക് എത്തി. വീരപ്പനൊക്കെ കൊമ്പിന് കണക്കില്ല. അതിനുശേഷം ഇപ്പൊ വീരപ്പന്മാർ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ? അവരൊന്നും ആരും തെരഞ്ഞു പിടിക്കുന്നുമില്ല. കോട്ടയോട് വിഷയമല്ല ഞാൻ പറഞ്ഞത്. ഈ കൊമ്പനാനകൾ മുഴുവൻ ഇവയുടെ കൊമ്പിന്റെ പേരിൽ ഇല്ലാണ്ടാവുന്ന അവസ്ഥയുള്ളതെങ്കിൽ പ്രകൃതിയിൽ ഒരു പുതിയൊരു പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴുണ്ടാവുന്ന കൊമ്പനാനകൾക്ക് ചിലരൊന്നും കൊമ്പില്ല. എന്താ പ്രകൃതിയുടെ ആ ഒരു ജീവികളുടെ ആ സ്നേഹം നോക്കിയേ, കൊമ്പില്ലാത്ത കൊമ്പനാകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൊമ്പിനുണ്ട് അവയാൻ കൊള്ളുന്നു പേടിക്കണ്ടില്ല. കൊമ്പില്ലാത്ത ഈ പേപ്പറൊക്കെ കണ്ടിട്ടില്ലേ? ഈ കൊമ്പനാനകൾക്ക് പറയുന്ന പേരെന്ത്? കൊമ്പില്ലാത്ത കൊമ്പനാനകള്. അവയ്ക്ക് പറയുന്ന പേരെന്ത്? പെൻഡൗട്ട്. ചർച്ച പാടില്ലേ? പെൻഡൗട്ട്. സാർ പറയും. പറഞ്ഞു ആരെ എഴുതി വരുന്ന കൈ നോക്കി പറഞ്ഞു. മോഴ കറക്റ്റ് ആൻസർ ആണെന്ന് തോന്നുന്നില്ലേ? ശരി ഉത്തരം. ശരി ഉത്തരം മോഴ. പിഗ്മി എലിഫന്റ് ഓർ മോഴ ചെക്ക് ചെയ്യാൻ അടുത്തിരിക്കുന്ന ടീച്ചറെ കാണിക്കണം. പിഗ്മി എലിഫന്റ് അല്ലെങ്കിൽ മോഴ. റെഡിയല്ലേ? ചോദ്യം ഇപ്പോഴേ തോന്നുന്നു 13 ചോദ്യങ്ങളായി. 2 ചോദ്യത്തിന് ശേഷം നമ്മുടെ ക്വിസ് മത്സരം അവസാനിപ്പിക്കും. സമയപ്പോഴാണ് എത്രയോ ദിവസങ്ങളാണ് ചോദിച്ചാൽ തീരാത്ത അറിവുകളാണ് നമുക്ക് കിട്ടുള്ളത്. അടുത്ത ചോദ്യം, നമ്മുടെ കേരളത്തില് 2 ചീങ്കണ്ണി വാർത്ത കേന്ദ്രങ്ങളുണ്ട്. അല്ലേ? ഒന്ന് കോഴിക്കോട് പെരുമാനാമണിയിലാണ്. രണ്ടാമത്തത് തിരുവനന്തപുരത്ത് നെയ്യാറിലാണ്. നെയ്യാറിന് മുതല പിടിച്ച് ആളെ പിടിച്ച് നോക്കൊണ്ട് പത്രത്തൊക്കെ പണ്ട് കാലത്ത് സ്ഥിരം ഉണ്ടായിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടാവും. ഈ നെയ്യാറിലെ ഈ മുതലാളിത്ത കേന്ദ്രത്തിന് ഒരു വ്യക്തിയുടെ പേര് ഇട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. മനസ്സിലായല്ലോ? കേരളത്തിന്റെ ആദ്യത്തെ മയിൽ സങ്കേതം പാലക്കാട്. അതിന് നമ്മുടെ ഇന്ദുജുവിന്റെ പേരാണ്. KK ശ്രീകാണ്ട്. ഇന്ദുജുയുടെ ഓർമ്മക്ക് സ്മാരകമായിട്ടാണ് മയിൽ വാർത്ത കേന്ദ്രം പറയപ്പെടുന്നത്. മയിൽ സംരക്ഷണ വാർത്ത കേന്ദ്ര സംരക്ഷണ. ഞാൻ ചോദിച്ച ചോദ്യം, നെയ്യാറിലെ ചീങ്കണ്ണി സംരക്ഷണ അല്ലെ വാർത്ത കേന്ദ്രം ഏത് വ്യക്തിയുടെ സ്മാരകമായിട്ടാണ് ഇനി മുതൽ ഓർമ്മിക്കാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, സമയം മതിയല്ലോ. എന്തായാലും വ്യക്തിയുടെ പേര് ഇല്ല. അവിടെ ചോദിക്കുമ്പോൾ ഞാൻ ഈച്ച പറയാൻ പെന്നോ മൂന്നരയ്ക്ക് ഞാൻ പറഞ്ഞ അങ്ങനെ പറയുന്നത്. മുഴുവൻ പേര് സ്റ്റീവ് ഇർവിൻ. പറയൂ ഉത്തരം. എല്ലാവരും പറഞ്ഞാണ് സ്റ്റീവ് ഇർവിൻ. മുതലാളിയുടെ പേരുകൾക്ക് നമ്മൾ ഓർമ്മിക്കപ്പെടും അല്ലേ? ആരും പറയല്ലോ. ഗ്രേറ്റ് ക്രൊക്കഡൈൽ ഹണ്ടർ. നമ്പർ പറയാം. നമ്മൾ ഈ ചോദ്യത്തോടെ അവസാനിപ്പിക്കുന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൈ ഉണ്ടെങ്കിൽ മാത്രം തുടരും. അടുത്തത് നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ട ആവശ്യം. നിങ്ങൾ രാവിലെ കിട്ടും. നമ്മളൊക്കെ ഇതിന്റെ വാടകക്കാര് മാത്രമാണ്. ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ ചുറ്റുപാടുള്ള പലതും തകർക്കപ്പെടുമ്പോൾ നമ്മുടെ ഒരു ഇച്ഛാശക്തി, നമുക്ക് നമ്മുടെ ഈ ചുറ്റുപാടിനോട് താല്പര്യം ഇത് നിലനിർത്താൻ സഹായിക്കേണ്ടതാണ്. നിങ്ങളുടെ അങ്ങനെ താല്പര്യം ഉണ്ടാവണം. ധാരാളം വ്യക്തികൾ പ്രകൃതിക്കൊണ്ട് ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭമായിരുന്നു പ്ലാച്ചിമട നടന്ന കൊക്കക്കോള വിരുദ്ധ പ്രക്ഷോഭം അല്ലെ? പെപ്സി കമ്പനി എവിടെയാ? കഞ്ചിക്കോട്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഹൈക്കോടതി പുതിയ വിജയൊക്കെ നമ്മൾ ഓർമ്മിക്കണം. നമ്മൾ കൊണ്ട് ശക്തമായിട്ട് കൊല്ലാണ്ടുണ്ട്, സൂചിപ്പിച്ചതേ ഉള്ളൂ. ഈ പ്ലാച്ചിമടയില് ഈ കമ്പനി പൂട്ടാനുള്ള കാരണം ഒരു സ്ത്രീയുടെ ഇച്ഛാശക്തിയാണ്. അവിടുത്തെ ദരിദ്രരായിട്ടുള്ള കർഷക സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ നയിച്ചിട്ടുള്ള പോരാട്ടമാണ്.
കഴിഞ്ഞ 2007 ജനുവരിയിൽ ആ സ്ത്രീ മരിച്ചുപോയി. ഏതായാലും അവസാന ചോദ്യം അവർക്ക് സമർപ്പിക്കുന്നു. അവരുടെ പേരെന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ പരിചയമുള്ള പേര്. അതിനമ്മ ശരി ഉത്തരം. എല്ലാം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ചോദ്യത്തിൽ ആരും പഠിച്ചില്ലല്ലോ. അറിവുകൾ, പുതിയ അറിവുകൾ കിട്ടുന്നതിന് സന്തോഷമുണ്ടല്ലോ. ഇന്ന് കിട്ടിയവർക്ക് എത്ര ഞങ്ങൾക്ക് പുതിയുണ്ട്? കുറേയേറെ പുതിയുണ്ടല്ലോ. ഉണ്ടോ? എങ്കിൽ ഇത്തരം ക്രിസ്മസുകൾ വീണ്ടും തുറന്നും പങ്കെടുക്കുക. ധാരാളം പുതിയ അറിവുകൾ കിട്ടും. അങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് അറിവുകൾ കിട്ടുമ്പോഴാണ് നമ്മൾ വളരെ വലുതാവുക. പോയിന്റ് നോക്കുന്നുണ്ട്. 1ാം സ്ഥാനത്തിന് തർക്കമില്ലാന്ന് തോന്നുന്നു. 2ാം സ്ഥാനത്തിനാണ് ചെറിയൊരു വിഷമമുള്ളത്. നമ്മുടെ സ്കോർ ബോർഡ് കൈകാര്യം ചെയ്യുന്ന ടീച്ചർ മാർക്ക് പറയും. നമ്പർ 7 മോന്റെ പേര്? യു ആർ വെൽക്കം. സ്കൂള് കടമ്പൂർ ഹയർ സെക്കൻഡറി. രോഷ്മിൻ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലാസ് 9th സ്റ്റാൻഡേർഡ് ആണ് 1ാം സ്ഥാനം അല്ലെ? 15-ന് 10 പോയിന്റ്. വെരി ഗുഡ്. ഇനി അടുത്ത second place number 3 ആരാണ്? പേര് പറഞ്ഞോ. number 6 നമ്പർ 6 number 29 നമ്പർ 29. എല്ലാവർക്കും 9 പോയിന്റ് എല്ലാവർക്കും 9 പോയിന്റാണ്. അപ്പൊ ഒരു പോയിന്റേ കുറവുള്ളൂ. അവിടെ മൂന്ന് ചോദ്യം ഉത്തരം നിങ്ങൾ നമ്പർ 1, 2, 3 നമ്പർ 2 ഉത്തരം നമുക്ക് അവസാനം പറയാം. ചോദ്യം 1, ഹിരോഷിമ നാഗസാക്കി ലിറ്റിൽ ബോയ് പാറ്റമാനൊക്കെ ബോംബ് പോസ്റ്റ് അറിയാം. അവിടെ ഇന്നും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങള് ഏതെങ്കിലും തരത്തിലുള്ള വികലാംഗരാണ്, അല്ലെങ്കിൽ മാരകമായ രക്താർബുദം ബാധിച്ച കുട്ടികളാണ് ഇപ്പോഴും ജനിച്ചു വീഴുന്നത്. അതായത് അന്ന് നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ ഇരകളാണ് ഇന്ന് ജനിക്കുന്നവരുള്ളത്. ഇന്നത്തെ ജീവിക്കുന്ന രക്തസാക്ഷികൾ നമുക്ക് പറയാം. ഈ വിഭാഗത്തിന്, ഈ തലമുറയ്ക്ക് ഒരു പേരുണ്ട്. ഈ ആണവ ദുരന്തത്തിന്റെ പീഡനങ്ങൾ പേറുന്ന, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തലമുറയ്ക്ക് പറയുന്ന പേരുണ്ട്. ചോദ്യം 1 ഉത്തരവില്ല. ചോദ്യം 2 സാധാരണ മൃഗശാലയിൽ മൃഗങ്ങളുടെ കൂട്ടിലായിരിക്കും, നമ്മള് കൂട്ടിൽ പുറത്തായിരിക്കും. പക്ഷെ കേരളത്തിൽ ഒരു പാർക്കില്, മനസ്സിലായത്, ഒരു വന്യജീവി സങ്കേതത്തില് നമ്മൾ കൂട്ടിലും ജീവികൾ പുറത്തുമാണ്. പ്രധാനമായിട്ട് സിംഹത്തിന് പുറത്ത് അലഞ്ഞിരിക്കുന്നുണ്ടാവും സുന്ദരമായിട്ട്. അവരൊന്നും കെട്ടിയിട്ട് കൂട്ടിലാക്കുകയും ചെയ്യില്ല. പക്ഷെ അവർ കാണുമ്പോൾ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കൂട്ടിലാക്കിയിട്ട് വണ്ടിയിലാക്കിയിട്ട് കൂട്ടി ഇങ്ങനെ പോകും. നോക്കി വണ്ടി എന്ത് ചെയ്യും? കൂട്ടിനുള്ളിൽ നമുക്ക് കാണും. സിംഹത്തിന് ഇങ്ങനെ അടുത്ത് വരും. നമ്മളാണ് കൂട്ടി. ഇത്തരം പാർക്കുകൾക്ക് ഒരു പേരുണ്ട്. സഫാരി പാർക്ക് എന്നാണ് പറയുന്നത്. കേരളത്തിലെ സഫാരി പാർക്ക് ഏത്? കേരളത്തിലെ സഫാരി പാർക്ക് ഏത്? ചോദ്യം 2 കഴിഞ്ഞു. ചോദ്യം 3, ഒരു പ്രധാനപ്പെട്ട പുസ്തകത്തെ കുറിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ജൈവ കൃഷി കൂടുതൽ പ്രചാരം നൽകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. രാസവളങ്ങൾ ഉപയോഗിക്കാതെ, രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെ നമ്മുടെ ചുറ്റുവട്ടത്തിലെ വിളകൾ നമ്മൾ കൃഷി ചെയ്ത് ഉപയോഗിക്കേണ്ട രീതി ജൈവ കൃഷി. ഈ ജൈവ കൃഷി എന്നുള്ള ആശയത്തിൽ തുടക്കം കുറിച്ചത് ഒരു പുസ്തകത്തിലൂടെയാണ്. ഒറ്റ വൈക്കോൽ വിപ്ലവം, 1 straw revolution. അതിനുശേഷമാണ് ജൈവ കൃഷി രീതി തുടങ്ങിയത്. ഇപ്പൊ ജൈവ കൃഷി രീതിക്ക് തുടക്കം കുറിച്ച ആ പുസ്തകം എഴുതിയാൽ റെഡി? ഒന്നാമത്തെ ഉത്തരം ശ്രദ്ധിച്ചോ. കമൺ. ഞാൻ ചോദിച്ചത് പിന്നെ ഹിരോഷിമ നാഗസാക്കിയിലെ ഹിബാക്കുഷാണ് ശരി ഉത്തരം. ഹിബാക്കുഷ് ശരിയാണ്, ശരിയില്ല. ചോദ്യം 2. ചോദ്യം 2 നമ്മൾ ചോദിച്ചിരുന്നത് കേരളത്തിൽ സഫാരി പാർക്ക് ഏതാണല്ലേ, അല്ലേ? ആ, തിരുവനന്തപുരത്ത് കേട്ടില്ലേ? നെയ്യാർ ശരി ഉത്തരാണ്. നെയ്യാറിലാണ് ലയൺ സഫാരി പാർക്ക് ഉള്ളത്. ശരിയാണ്, അത് ശരി ഉത്തരം. ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ രചയിതാവായിരുന്നു 3ാം ചോദ്യം. മസനോബു ഫുക്കുവോക്ക. മസനോബു ഫുക്കുവോക്ക. നല്ല പേരല്ലേ? അപ്പോ ഇവരുടെ ഒന്ന്
ശരിയുണ്ട്, ഒന്ന് ശരിയില്ല. ഇവരൊന്നും ശരിയില്ല, ഇവരൊന്നും ശരിയില്ല. അപ്പൊ ഇവരെ രണ്ടാം സ്ഥാനമായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് നമ്പർ 4 അർജുൻ ഹാരിസ്, വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ, ക്ലാസ് 10th. ഓക്കെ, കുറച്ചത് പറഞ്ഞ മനോയ് പ്രണോയ് സാധാരണ പാർട്ടിലായിട്ട് സമ്മാനമായിട്ട് ഒരുമിച്ച് റോഷ്മിൻ സുരേഷ്. നമ്പർ 2 അർജുൻ ഹാരിസ്. നമ്പർ 3 അല്ല, തേർഡ് ടൈ ഉണ്ട്, 2 പേരുണ്ട്. ആ 2 പേര് വരിക. ഒരാളുടെ അല്ലേ വാ രാഹുൽ. സയൻസ് ഒളിമ്പ്യാഡിന് പങ്കെടുത്തവരെ സർട്ടിഫിക്കറ്റ് വിതരണം. അതേ സമയത്ത് അതിൽ മെഡൽ നേടിയ കുട്ടികളുണ്ട്. പെർഫോമൻസിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ഒളിമ്പ്യാഡിന് പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റും പെർഫോമൻസും ആക്ടിവിറ്റിയും സർട്ടിഫിക്കറ്റ് വരെയുണ്ട്. പിന്നെ ഇതില് ഞാൻ ആരെ വിളിച്ച് പറഞ്ഞിരുന്നല്ലേ ഞാൻ മെഡലിന് അർഹതയായ നാദ ഷാഫി ആദിരാജ. സയൻസ് ഒളിമ്പ്യാഡിൽ പങ്കെടുത്ത കുട്ടിയാണ്. 10th സ്റ്റാൻഡേർഡില് മെഡലാണ്. അങ്ങനെ എല്ലാം വായിച്ച് കാണിച്ചു പറഞ്ഞില്ല ഡോക്ടർ. സിദ്ധാർത്ഥ് രമേശ് 6th സ്റ്റാൻഡേർഡ്. സിദ്ധാർത്ഥ് രമേശ് വന്നിട്ടില്ല. 7th സ്റ്റാൻഡേർഡിലുള്ള ജതിൻ കെ പി എല്ലാ ക്ലാസ് പറഞ്ഞില്ല. 8th സ്റ്റാൻഡേർഡിലെ ആതിര ടി കെ. അല്ല, അവൾ മറ്റേ ഇതിലുള്ള മാത്സിന്റെ ഒളിമ്പ്യാഡിൽ അത് വന്നില്ല കേട്ടോ മോളെ. അതിന്റെ സ്കോളർഷിപ്പ് ഉണ്ട് 200 rupees മാത്സിന്റെ. ഒളിമ്പ്യാഡ് നടത്തിയതില് ഫസ്റ്റ് കിട്ടിയത് 200 rupees സ്കോളർഷിപ്പ്. ഡൽഹി ബേസ്ഡ് ഓൾ ഇന്ത്യ ലെവലിൽ റാങ്ക് കിട്ടിയ കുട്ടികൾക്കാണ് 200 rupees ഉണ്ട്. സ്കോളർഷിപ്പാണ്, സർട്ടിഫിക്കറ്റ് വന്നില്ല, അതുകൊണ്ടാണ്. 9th സ്റ്റാൻഡേർഡില് പ്രണോയ് എസ്. പ്രണോയ് എസ് ഇതിൽ പങ്കെടുക്കുന്നവർ ഇനിയിപ്പോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് സയൻസ് ഒളിമ്പ്യാഡിൽ പങ്കെടുത്തവരെ സർട്ടിഫിക്കറ്റ് ആണ്. സയൻസ് ഒളിമ്പ്യാഡിൽ പങ്കെടുത്തവരെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. ഡൽഹിയിൽ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തിട്ട് മെഡൽ വാങ്ങിച്ചു വന്ന കുട്ടിയാണ്. നമ്മുടെ ഗിഫ്റ്റ് ചിൽഡ്രൻ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ദക്ഷിത ബാബു. വീഡിയോ കൊണ്ട് കുറച്ച് ടൈം വേണേ.
On November 21st, 1963, a sounding rocket assembled in this church took off from the shores of Cuba, which owes its existence to Dr. Vikram Sarabhai, the visionary who saw the immense benefits that space technology could bring to a developing country like India. Named after him, the Vikram Sarabhai Space Center today is the premier R&D institution for rocketry in the Indian Space Research Organization, ISRO. The VSSC mandate includes design and development of something. The routine of launching a sounding rocket involves a strict protocol that includes checking all ground stations from the base of the radars, telemetry, 10, 9, 8, 3, 2, 1, 0. Compared to sounding rockets, launch vehicles are giants endowed with raw power to launch enormous speeds around 28,000 kilometers per hour to satellites to place them in orbit. Integrated and checked at VSSC in the specially created facilities at Manila, India and Netherlands, before being transported to Shah with its lead recorder for final integration and launch. The PSLV is integrated vertically, piece by piece. Producing a thrust of about 200 tons. The core motor igniter, a pyrotechnic device, is being integrated. The first stage is controlled by secondary injection thrust vector control and roll control thrusters. Besides the core motor, the first stage has 6 strap-on motors. Each of the strap-on motors, with a diameter of 1 meter and a propellant of 9 tons, produces a thrust of 66 tons. The second stage. The third stage is a solid one, while the fourth stage is a twin liquid engine system. The service of the socket, all